മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയൻ തന്നെയാകും എന്ന് ഉയർത്തിക്കാണിച്ച് ഒരു ഇലക്ഷനെ നേരിടാൻ പോകുന്നത് നമ്മുടെ വിന്നബിലിറ്റിയെ ബാധിക്കും, വിജയസാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് പിണറായിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇലക്ഷനിലേക്ക് പോകുന്നത് അപകടമായിരിക്കും എന്നാണ് CPIയുടെ സൂചനയെങ്കിൽ അത് മാത്രം മതി പിണറായിയെ രക്ഷിക്കാൻ. അതുകൊണ്ട് മാത്രം പിണറായി മതി എന്ന് തീരുമാനിക്കും CPM. കാരണം അത്രയേറെ അറിയാലോ, CPM CPI അന്തർധാര എന്ന് പറഞ്ഞാൽ അന്തർധാര അല്ലെങ്കിൽ ഈ കടുത്ത ഈ വിരോധം ഉണ്ടല്ലോ, അത് അത്ര ശക്തമാണ്. അതുകൊണ്ട് CPI പറഞ്ഞിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ പിണറായിയെ വേട്ടയാടാൻ CPI കൂടി രംഗത്തിറങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി പിണറായി തന്നെ എന്നൊരു നിലപാടിലേക്ക് CPM പോകാനാണ് സാധ്യത. അതുകൊണ്ട് അത് CPIക്ക് അറിയുകയല്ല. ആ ഓപ്ഷൻ അവർ മുന്നോട്ട് വെക്കുമെന്നോ നിർദ്ദേശം വെക്കുമെന്നോ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. CPI ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, CPI ഇപ്പോഴും ഈ അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ മോശമല്ലാതെ അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ എല്ലാ കാലത്തും CPIയുടെ സംഘടനാ സംവിധാനത്തെ പോലും പ്രതിസന്ധികളിലൊക്കെ രക്ഷപ്പെടുത്തി നിർത്തിയതിൽ ഈ പിണറായി വിജയൻ പങ്കുവച്ചിട്ടുണ്ട് വലിയ അളവിൽ. ഒന്ന്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ എങ്ങനെയാണ് കടുത്ത എതിർപ്പുണ്ടായിട്ടും ബിനോയ് വിശ്വം സെക്രട്ടറി ആയിട്ട് വന്നത്. ആരായിരുന്നു അതിൻ്റെ പിന്നിൽ? മാത്രമല്ല, ഈ തൊട്ടു മുമ്പ് കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന ആദ്യത്തെ പിണറായി കാലത്ത് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ എങ്ങനെ പിണറായി വിജയൻ ഒതുക്കി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയന് പഠിച്ചാണ് ഇപ്പോഴത്തെ CPI ആയി തീർന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.